നിരീക്ഷകൻ ജോർജ് പൊടിപ്പാറ കൂടി ടെലിഫോണിൽ വെച്ചിട്ടുണ്ട്. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇന്നത്തെ PV അൻവറിന്റെ ഈ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, തന്നെ തൃണമൂൽ കോൺഗ്രസിനെ UDF-ലേക്ക് എടുക്കാത്തതിലുള്ള അതൃപ്തി പരസ്യമായി തന്നെ പറയുന്നുണ്ട് PV അൻവർ. മറ്റൊരു കാര്യമുള്ളത്, ഈ ആര്യാടൻ ഷൗക്കത്തിലേക്ക് എത്തിയതിനെ അതിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനം എന്ന രീതിയിൽ PV അൻവർ ഇന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോഴും KC വേണുഗോപാലിലാണ് തൻ്റെ പ്രതീക്ഷ, ഇനി അദ്ദേഹവുമായുള്ളൊരു കൂടിക്കാഴ്ചയിൽ മാത്രമാണ് പ്രതീക്ഷ എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഏത് തരത്തിൽ വേണം അൻവറിന്റെ അടുത്ത നീക്കത്തെ നമ്മൾ കാണാൻ? ഇപ്പൊ ഏറ്റവും അവസാനത്തെ കളിയാണ് അദ്ദേഹം, അവസാനത്തെ ഘട്ടത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ഇതില് കൂടുതൽ താഴാനോ അല്ലെങ്കിൽ ഇതിനല്പം മുകളിലേക്ക് പോകാനോ ഇനി അൻവറിനെ കൊണ്ട് കഴിയില്ല. രണ്ട് തീരുമാനങ്ങളിൽ ഒന്നാണ്. ഒന്നെങ്കിൽ UDF കൊടുക്കുന്ന ഈ അസോസിയേറ്റ് മെമ്പർഷിപ്പ് സ്വീകരിച്ച് അത് അൻവർ കൂടുതൽ ഒറ്റപ്പാടും ബഹളം ഉണ്ടാക്കിയാൽ ചിലപ്പോൾ ആ കാര്യം പോലും നടക്കുമെന്ന് എനിക്കറിയില്ല. അതല്ല എന്നുണ്ടെങ്കിൽ അൻവർ ഇന്നലത്തെ ഒരു ടോണിലാണ് സംസാരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അസോസിയേറ്റ് മെമ്പർഷിപ്പ് കൊടുത്ത് അൻവറിന് ഒരു സ്പേസ് കിട്ടിയേനെ. അപ്പോ അതല്ലെങ്കിൽ പിന്നെ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്ത് പോകാൻ പറ്റില്ല, BJP പോകാൻ പറ്റില്ല. ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, തനിച്ച് മത്സരിക്കുക, സ്വയം വിധി എന്താണെന്ന് വെച്ചാൽ അത് ഏറ്റുവാങ്ങാം. ഇന്നും അൻവർ ഒരു കീഴടങ്ങിയ ഭാഷയിലൊന്നും അല്ല സംസാരിക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും തലയുയർത്തി പിടിച്ച് തന്നെ സംസാരിക്കുന്നുണ്ട്. അപാരമായ ആത്മവിശ്വാസമുള്ളൊരു വ്യക്തിയാണ് എന്നുള്ളത് തീർച്ചയാണ്. ഇത്രയും പ്രതികൂല സാഹചര്യത്തിലും ഇത്ര ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ അധികം പേർക്ക് കഴിയാറില്ല. പക്ഷെ അൻവർ ആ രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ഇന്നത്തെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. പേര് പറയാതെ അൻവർ പറയുന്ന ഒരു കാര്യം, എനിക്ക് പാരപണിയുന്നത് മുഴുവൻ അല്ലെങ്കിൽ എന്നെ വെട്ടുന്നത്, എന്നെ ചവിട്ടി താഴ്ത്തുന്നതെല്ലാം VD സതീശനാണ്. VD സതീശൻ എന്നോടുള്ള വിരോധം കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം. അതാണ് യഥാർത്ഥ പ്രശ്നം. അതുകൊണ്ട് എനിക്ക് കേരളത്തിലെ UDF-ൽ വിശ്വാസമില്ല, കോൺഗ്രസിനും വിശ്വാസമില്ല. എനിക്കിനി വിശ്വാസം KC വേണുഗോപാലിന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം മാത്രമാണ്. അദ്ദേഹം സംഘടനാ ചുമതലയുള്ള അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്. അതുകൊണ്ട് TMC ഘടകകക്ഷിയാക്കണം എന്നുള്ള കാര്യത്തിൽ കേരളത്തിലെ KPCC-ക്ക് തീരുമാനിക്കാൻ പറ്റില്ല, പ്രതിപക്ഷ നേതാവിന് തീരുമാനിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ KC വേണുഗോപാലിന് ആ കാര്യത്തിൽ എന്തെങ്കിലും കുറച്ചുകൂടി റോള് വഹിക്കാൻ കഴിയും. അതുകൊണ്ടായിരിക്കും അൻവർ അങ്ങനെ പറയുന്നത്. അതോടൊപ്പം തന്നെ അൻവറിന് ഇപ്പോഴും ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളതും അൻവറിനെ കുറെ കൂടി തുടയ്ക്കുന്നതും അൻവറിനോട് കുറച്ചുകൂടി ലീനിയന്റ് ആയിട്ട് അനുഭാവപൂർണ്ണമായിട്ട് അൻവറിനെ സമീപിക്കുന്നതും മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് നേതൃത്വം ഇപ്പോഴും പ്രതീക്ഷയിലാണ്. അൻവർ വിട്ടുപോകില്ല, അൻവർ കൂടെ ഉണ്ടാവും, അൻവർ കൂടെ ഉണ്ടാകണം. കൂടെ ഉണ്ടാകും എന്ന് മാത്രമല്ല, അൻവർ കൂടെ ഉണ്ടാകണം എന്നൊരാഗ്രഹം കൂടി ലീഗ് നേതാക്കളുടെ സംസാരത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ UDF-നും ആ കാര്യത്തിൽ അങ്ങനെ വെട്ടൊന്ന് മുറിരണ്ട എന്നുള്ള രീതിയിൽ വെട്ടിമുറിച്ച് ഒരു തീരുമാനം എടുക്കാൻ കോൺഗ്രസിനും കഴിയില്ല. കാരണം ലീഗിന്റെ നിലപാടും നിർണായകമാണ്. ലീഗ് അങ്ങനെ ഒരു മൃദു സമീപനം സ്വീകരിക്കുമ്പോൾ അതിനെ പൂർണ്ണമായിട്ടും തള്ളിക്കൊണ്ട് ഒരു നിലപാടെടുക്കാൻ കോൺഗ്രസിനും എളുപ്പമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാം അവസാനിച്ചിട്ടില്ല, എന്നാൽ ഒന്നും വ്യക്തമായിട്ടുമില്ല. ഏതായാലും ഇന്നും നാളെയും വളരെ നിർണായകമാണ്. KC വേണുഗോപാൽ ഇന്ന് മറ്റേ ദേശീയപാതയിൽ അപകടം ഉണ്ടായ സ്ഥലത്ത്, ആ ഇടിച്ചിലുണ്ടായ സ്ഥലത്ത് PSC ചെയർമാൻ എന്നുള്ള വരയ്ക്ക് വരുന്നുണ്ട്. ഒരുപക്ഷെ അവിടെ പരിശോധിച്ചതിന് ശേഷം അദ്ദേഹം മലപ്പുറത്തേക്ക് അല്ലെങ്കിൽ നിലമ്പൂരിലേക്ക് എത്തിയേക്കാം. നിലമ്പൂരിൽ എത്തുകയാണെങ്കിൽ അൻവറുമായിട്ടൊരു കൂടിക്കാഴ്ചയ്ക്കുള്ള സാധ്യതയുണ്ട്. ആ കൂടിക്കാഴ്ച ഒരുപക്ഷെ വളരെ നിർണായകമായിരിക്കും. ആ കൂടിക്കാഴ്ചയിലാണ് അൻവറിന്റെ പ്രതീക്ഷ മുഴുവൻ. ഏതായാലും ഇന്നലെ വൈകിട്ടുള്ള അൻവറിന്റെ ഭാഷ ഇന്ന് കുറച്ച് മാറിയിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹം UDF സ്ഥാനാർത്ഥിയെ കുറിച്ച്, ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ശരിയാണ് എന്നുള്ള രീതിയിൽ തന്നെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അതാണ് ഏറ്റവും വലിയ പ്രശ്നവും. അതായത് UDF പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ച് ഇപ്പോഴും മോശമായ രീതിയിൽ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, അതിലെല്ലാം ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നത് അൻവറിന്റെ സമീപനത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ്. ഇനി അഥവാ UDF-ൽ എത്തിയാലും അദ്ദേഹം പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും, ഒരു എന്താ പറയാ, ആത്മീയ ഭാഷ ഉപയോഗിച്ചാൽ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശരീരത്തോടും ഈ ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണയായിട്ട് ഉണ്ടാകുമോ എന്ന കാര്യവും നമുക്ക് കണ്ടറിയേണ്ടതാണ്. അൻവർ അങ്ങനെയുള്ള എന്താ പറയാ, എല്ലാത്തിനും അങ്ങനെ വഴങ്ങുന്ന ഒരാളൊന്നുമല്ല, പകയുള്ള തർക്കമാണ്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലായിരിക്കും അദ്ദേഹം കൊത്തുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആ പേടി UDF-നും ഉണ്ട്, UDF നേതാക്കൾക്കും ഉണ്ട്. അൻവർ മുറിവേറ്റ സിംഹം അല്ലെങ്കിൽ മുറിവേറ്റ സർപ്പമാണെങ്കിൽ അദ്ദേഹത്തെ പേടിക്കുക തന്നെ വേണം. അതുകൊണ്ട് അൻവർ മാത്രമല്ല, അദ്ദേഹം ഇന്ന് പറയുന്നത് അല്ല നാളെ പറയുന്നത്. അദ്ദേഹം പലപ്പോഴും നിലപാടുകൾ മാറ്റി മാറ്റി പറയുന്നു. ആ മാറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന് തന്നെ എക്സ്പോസ്ഡ് ആവുന്ന ഒരു അവസ്ഥയുണ്ട്. അൻവർ നിരന്തരം ഇന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഔട്ട്സ്പോക്കൺ ആണ്, ഞാൻ ഔട്ട്സ്പോക്കൺ ആകുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അൻവറിന് തന്നെ ഒരു തോന്നലുണ്ട്,
പുള്ളി ഇത്തിരി ഔട്ട്സ്പോക്കൺ ആണെന്നുള്ളത്. പുള്ളിയുടെ ഏറ്റവും വലിയ പ്രശ്നവും അത് തന്നെയാണ്. എത്രത്തോളം എപ്പോൾ എങ്ങനെ പറയണം എന്നുള്ള കാര്യത്തിൽ അൻവറിന് ജാഗ്രതയില്ല. ആ ജാഗ്രതയില്ലായ്മയാണ്, വാക്കുകളുടെ ഉപയോഗത്തിലെ ഈ ജാഗ്രതയില്ലായ്മയാണ് അൻവറിനെ പലപ്പോഴും കുഴപ്പത്തിലാക്കുന്നത്. അത് തന്നെയാണ് UDF-നെയും കോൺഗ്രസിനെയും അസ്വസ്ഥമാക്കുന്നതും. അൻവറിനെ മുന്നണിയിൽ എടുത്താൽ നാളെ അതൊരു ഭാരമാകുമോ ശാപമാകുമോ എന്നുള്ള ഒരു പ്രശ്നം അവരുടെയും മനസ്സിലുണ്ട്. അൻവർ തന്നെ സ്വയം സൃഷ്ടിച്ചെടുക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതെന്ന് പറയാതിരിക്കാനും കഴിയില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.